വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബബിൾ സോർട്ട് മെത്തേഡാണ്. ബബിൾ സോർട്ട് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാമിനകത്തോട്ട് കുറച്ച് എലമെൻറ്റ്സ് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് റാൻഡമായിട്ട് കുറച്ച് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ സോർട്ട് ചെയ്ത് കിട്ടുന്ന മെത്തേഡാണ് ബബിൾ സോർട്ട്. പല മെത്തേഡ്സും യൂസ് ചെയ്യാം. ബബിൾ സോർട്ട് മെത്തേഡ് ഉണ്ട്, ഇൻസേർഷൻ സോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ സെലക്ഷൻ സോർട്ട്, ദെൻ ക്വിക്ക് സോർട്ട്, മെർജ് സോർട്ട്, ഹീപ്പ് സോർട്ട്, ഇങ്ങനെ പല സോർട്ടിംഗ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ പ്രോഗ്രാമിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബബിൾ സോർട്ട് മെത്തേഡാണ്. ബബിൾ സോർട്ട് കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ബബിൾ സോർട്ട് മെത്തേഡ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് കിടക്കാം. ഇനി നമുക്ക് ബബിൾ സോർട്ടിങ്ങിൻ്റെ ലോജിക്ക് ഒന്ന് നോക്കാം. നമ്മളുടെ എയിം ഈ നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. Initially we have 5 numbers 8, 2, 5, 1, 3 and it is not sorted. നമുക്ക് ഇതിനെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണം. ആൻഡ് അറേ നെയിം ഈസ് ARR. ഇത് ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ല, നമുക്കതിൻ്റെ അൽഗോരിതം ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതിന് ആവശ്യം വരും. ആൻഡ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈക്വൽ ടു 5. 5 എലമെൻറ്റ്സ് ആണുള്ളത്. നമുക്കിതിനെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണം. ഇനി ഇതിൻ്റെ ബബിൾ സോർട്ടിംഗ് ടെക്നിക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നോക്കാം. സോ ഇനീഷ്യലി ഇവിടെ ഫസ്റ്റ് 2 എലമെൻറ്റ് തമ്മിൽ കമ്പയർ ചെയ്യും. അതായത് ബബിൾ സോർട്ടിങ് വർക്ക് ചെയ്യുന്നത് തന്നെ അഡ്ജസൻറ്റ് എലമെൻറ്റ്സ് തമ്മിലാണ് കമ്പയർ ചെയ്യുക, അഡ്ജസൻറ്റ് എലമെൻറ്റ്സുകൾ തമ്മിൽ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ 8ഉം 2ഉം തമ്മിൽ കമ്പയർ ചെയ്യും. നമുക്കിവിടെ അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുമ്പോൾ 2 ആണ് ഫസ്റ്റ് വരേണ്ടത്, 8നെ ഇങ്ങോട്ട് ഇടണം, കാരണം അസെൻഡിങ് ഓർഡറിലാണ് പോകേണ്ടത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും: 2, 8, 5, 1, 3. ഇനി അടുത്ത ഇറ്ററേഷനിൽ ചെയ്യേണ്ടത് നമുക്ക് 8ഉം 5ഉം തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. അഡ്ജസൻ്റ് എലമെൻറ്റ്സുകളാണ് കമ്പയർ ചെയ്യേണ്ടത്. 8ഉം 5ഉം തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 5 ആണ് 8ൻ്റെ മുമ്പ് വരേണ്ടത്. സോ 5 ഇങ്ങോട്ട് 5ഉം 8ഉം തമ്മിൽ സ്വാപ്പ് ചെയ്യും. സോ യു വിൽ ഗെറ്റ് അറേ ലൈക്ക് ദിസ് 2, 5, 8, 1, 3. ദെൻ നെക്സ്റ്റ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് 8ഉം 1ഉം തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. അഗെയിൻ 1 ഇവിടെ വരണം, 8 ഇങ്ങോട്ട് വരണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി 8ഉം 3ഉം തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോഴും 3 ആണ് ഇങ്ങോട്ട് വരേണ്ടത്, 8 ഇങ്ങോട്ട് വരണം. സോ സ്വാപ്പ് ദ എലമെൻറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് ഐറ്ററേഷൻ കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറിലാണ് നമുക്ക് സോർട്ട് ചെയ്യുന്നത്. സോ ലാസ്റ്റ് എലമെൻറ്റ് വിൽ ബി ദി ഹയസ്റ്റ് എലമെൻറ്റ് ഇൻ ദി അറേ. സോ ഇവിടെ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളത് ഓൾറെഡി അത് കറക്റ്റ് പൊസിഷനിൽ വന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഗ്രീൻ കളറിൽ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഹിയർ ദ നമ്പർ ഓഫ് കമ്പാരിസൺ റിക്വയർഡ് ഈസ് 4. ഇവിടെ 4 കമ്പാരിസൺസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റെപ്പ് 1-നകത്ത് 4 കമ്പാരിസൺസ് ആണ് ചെയ്തിട്ടുള്ളത്. അതായത് 5 എലമെൻറ്റ് ഉണ്ടെങ്കിൽ 4 കമ്പാരിസൺസ് ആണ് വേണ്ടത്. സോ ദ നമ്പർ ഓഫ് കമ്പാരിസൺ ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ്. സോ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ n-1 കമ്പാരിസൺസ് ആണ് വേണ്ടത് സ്റ്റെപ്പ് 1-നകത്ത്. ഇതേപോലെ തന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് 2-നകത്ത്. സോ ഇനീഷ്യലി വി ഹാവ് ദിസ് അറേ ഇൻ ദ പ്രീവിയസ് സ്റ്റെപ്പ്. തൊട്ടുമുമ്പത്തെ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ അറേ ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ അഡ്ജസ്റ്റൻ്റ് എലമെൻറ്റ് തമ്മിൽ ഫസ്റ്റ് കമ്പയർ ചെയ്യും. 2ഉം 5ഉം തമ്മിൽ കമ്പയർ ചെയ്യും. 2ഉം 5ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് കറക്റ്റ് പൊസിഷനിലാണ്, നമുക്ക് സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി 5ഉം 1ഉം തമ്മിൽ കമ്പയർ ചെയ്യും. 5ഉം 1ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 1 ആണ് 5ൻ്റെ സ്ഥാനത്ത് വരേണ്ടത്, 5 ഇവിടെ വരണം. സോ സ്വാപ്പ് ദ എലമെൻറ്റ്സ്. ഇനി അടുത്തത് 3ഉം 5ഉം തമ്മിൽ കമ്പയർ ചെയ്യും. സോ 5 ഇങ്ങോട്ട് വരണം, 3 ഇങ്ങോട്ടും പോകണം. സോ യു വിൽ ഗെറ്റ് ആൻ അറേ ലൈക്ക് ദിസ്. അപ്പോൾ ഇവിടെ 5ഉം അതിൻ്റെ പ്രോപ്പർ പൊസിഷനിൽ വന്നു. ഇനി 5ഉം 8ഉം തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം 8 ഓൾറെഡി അതിൻ്റെ പ്രോപ്പർ പൊസിഷനിൽ വന്നിട്ടുണ്ട്. സോ ഹിയർ ദ നമ്പർ ഓഫ് കമ്പാരിസൺസ് റിക്വയർഡ് ഈസ് 3. അതായത് ഇവിടെ 3 കമ്പാരിസണേ ആവശ്യം വന്നിട്ടുള്ളൂ. സോ സ്റ്റെപ്പ് 1-നകത്ത് നമുക്ക് 4 കമ്പാരിസൺ വേണ്ടി വന്നു. സ്റ്റെപ്പ് 2-നകത്ത് 3 കമ്പാരിസൺ. സോ എത്ര കമ്പാരിസൺ ചോദിച്ചു കഴിഞ്ഞാൽ n-1 മൈനസ് i, അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റെപ്പ്. ഓക്കെ. സോ സ്റ്റെപ്പ് 2-നകത്ത് നമുക്ക് 3 കമ്പാരിസണേ
വേണ്ടി വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് സെയിം അറേനെ അടുത്ത സ്റ്റെപ്പിലോട്ട് കോപ്പി ചെയ്യാം. സോ ദിസ് ഇസ് ദി array we got in the last step. Here also we compare the first two elements. ഫസ്റ്റ് 2 എലമെൻറ്റ്സ് തമ്മിൽ കമ്പയർ ചെയ്യും സ്റ്റെപ്പ് 3ക്കകത്ത്. ഇപ്പോൾ ഇവിടെ സ്വാപ്പിംഗ് ആവശ്യമുണ്ട്. 1 ഈ സ്ഥാനത്ത് വരണം, 2നെ ഇങ്ങോട്ട് കൊണ്ടിടണം. അപ്പോൾ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. എഗെയിൻ 2ഉം 3ഉം തമ്മിൽ കമ്പയർ ചെയ്യും. 2ഉം 3ഉം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്വാപ്പിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല, എങ്കിലും കൂടി നമ്മൾ കമ്പാരിസൺ ചെയ്യണം. അപ്പോൾ അത് പ്രോപ്പർ പൊസിഷനിലായി. അപ്പോൾ ഇവിടെ 3ഉം അതിൻ്റെ പ്രോപ്പർ പൊസിഷനിലായി. സോ സ്റ്റെപ്പ് 2നകത്ത് 5 അതിൻ്റെ പ്രോപ്പർ പൊസിഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പ് 3കകത്ത് 3 അതിൻ്റെ പ്രോപ്പർ പൊസിഷനിൽ വന്നു. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് ആണ് നമ്മൾ ഇനി അടുത്ത അറയിലോട്ട് അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ യൂസ് ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് കമ്പാരിസൺസ് റിക്വയർഡ് ഈസ് 2. ഇപ്പോൾ സ്റ്റെപ്പ് 3കകത്ത് 2 കമ്പാരിസൺ വേണ്ടി വന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് 4 നോക്കുമ്പോഴും ഇതേപോലെ തന്നെ അഡ്ജസ്റ്റൻ്റ് എലമെൻറ്റ് തമ്മിലാണ് കമ്പയർ ചെയ്യണത്. 1ഉം 2ഉം തമ്മിൽ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാപ്പിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല, അത് പ്രോപ്പർ പൊസിഷനിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റെപ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. ഓരോ സ്റ്റെപ്പിനകത്തും n-1 - i കമ്പാരിസൺ ആണ് വേണ്ടി വന്നത്. ഇവിടെ ഒരു കമ്പാരിസണേ ആവശ്യം വന്നിട്ടുള്ളൂ, കാരണം ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം അതിൻ്റെ പ്രോപ്പർ പൊസിഷനിലാണ്. സോ ദ നമ്പർ ഓഫ് കമ്പാരിസൺസ് റിക്വയർഡ് ഈസ് 1. ഇനി ഇതിൻ്റെ അൽഗോരിതം നോക്കാം. അൽഗോരിതം വളരെ സിമ്പിളാണ്. ഔട്ടർ ലൂപ്പ്, ഇവിടെ 2 ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഔട്ടർ ലൂപ്പ്, സെക്കൻഡ് വൺ ഇന്നർ ലൂപ്പ്. ഔട്ടർ ലൂപ്പ് നമ്പർ ഓഫ് സ്റ്റെപ്സ് റിക്വയർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഔട്ടർ ലൂപ്പാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 5 എലമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. 5 എലമെൻറ്റ്സ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് n-1 സ്റ്റെപ്സ് വേണ്ടി വന്നു. അതായത് 5 എലമെൻ്റ് ആണെങ്കിൽ 4 സ്റ്റെപ്പാണ് വേണ്ടി വന്നത്. സോ ഫോർ i = 0 to n-1 അത്രയും ടൈംസ് ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്യണം. ഇനി ഓരോ ഇന്നർ ലൂപ്പിലും എന്ത് ചെയ്യണം? കമ്പാരിസൺ, നമ്പർ ഓഫ് കമ്പാരിസൺസ് എത്ര വേണമെന്നുള്ളത് തീരുമാനിക്കണം. സോ ഫോർ j = 0 to n-i-1, അതായത് സ്റ്റെപ്പ് 4നകത്ത് നമുക്ക് 5 എലമെൻ്റ് ഉണ്ടായെങ്കിലും കൂടി നമുക്ക് 4 കമ്പാരിസൺ ആണ് വേണ്ടി വന്നത്. 4 കമ്പാരിസൺ. സോ ഐൻ്റെ വാല്യൂ ഇനീഷ്യലി 0 ആണ്. സോ n-0, ദാറ്റ് ഈസ് 5 - 0 - 1. ഓക്കെ, സോ ദാറ്റ് ഈസ് 4. അപ്പോൾ 4 കമ്പാരിസൺ ആണ് നമുക്ക് ചെയ്യേണ്ടി വരിക. 4 കമ്പാരിസൺ. എഗെയിൻ ജയുടെ വാല്യൂ 1 ആകും. ദെൻ കമ്പയർ ചെയ്യും. അപ്പോൾ ഇവിടെ ഈ കണ്ടീഷനിൽ നമ്മൾ എ ഓഫ് ജെയും എ ഓഫ് j+1 അഡ്ജസൻ്റ് എലമെൻറ്റുകൾ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ബബിൾ സോർട്ടിംഗ് ആണ്. സോ അഡ്ജസൻ്റ് എലമെൻറ്റുകൾ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യുന്നത്. സോ എ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ എ ഓഫ് j+1 ആണ് ചെയ്യേണ്ടത്. സപ്പോസ് നിങ്ങൾക്ക് ഡിസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് മാത്രം മാറ്റിയാൽ മതി. ഇവിടെ ഗ്രേറ്റർ ദാന് പകരം ലെസ് ദാൻ കൊടുത്താൽ മതി. സോ എ ഓഫ് ജെ ലെസ് ദാൻ എ ഓഫ് j+1 യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എലമെൻറ്റുകളെ സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് ചെയ്യാനുള്ള ലോജിക്കാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഒരു ടെമ്പററി വേരിയബിളിനകത്തോട്ട് ഫസ്റ്റ് എലമെൻറ്റിനെ കോപ്പി ചെയ്യുക. ദെൻ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പൊസിഷനിലോട്ട് സെക്കൻഡ് എലമെൻറ്റിനെ കോപ്പി ചെയ്യുക. ദെൻ സെക്കൻഡ് എലമെൻറ്റിൻ്റെ പൊസിഷനിലോട്ട് ടെമ്പററി വേരിയബിളിനകത്തുള്ള വാല്യൂ കോപ്പി ചെയ്യുക. ഈ ഒരു ലോജിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? എലമെൻറ്റുകളെ സ്വാപ്പ് ചെയ്യുക. അപ്പോൾ ഇതാണ് ബബിൾ സോർട്ടിനകത്ത് യൂസ് ചെയ്യുന്ന അൽഗോരിതം. ഇനി ഇതിൻ്റെ ഒരു പ്രോഗ്രാം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ പ്രോഗ്രാം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺലൈൻ C കമ്പൈലറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യാം. സോ നമുക്കൊരു അറേ വേണം. സോ അറേ നെയിം ഈസ് ARR ആൻഡ് നമ്പർ ഓഫ് ലൊക്കേഷൻസ് 10. മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് 10 എലമെൻറ്റ്സ് വരെ അതിനകത്ത് സ്റ്റോർ ചെയ്യാം. ദെൻ j എന്ന 2 വേരിയബിൾ ലൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ദെൻ ഒരു ടെമ്പററി വേരിയബിളും ഡിക്ലെയർ ചെയ്യാം. ദെൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ n എന്ന് പറഞ്ഞൊരു വേരിയബിളും ഡിക്ലെയർ ചെയ്യാം. ഇനി യൂസറോട് ചോദിക്കുകയാണ് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നുള്ളത്. സോ യൂസറോട് ഫസ്റ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഫസ്റ്റ് റീഡ് ചെയ്യണം. സോ ഹൗ മെനി എലമെൻറ്റ്സ്, എന്നിനകത്ത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് റീഡ് ചെയ്തു. ഇനി യൂസറോട് എലമെൻറ്റ്സ് എൻ്റർ ചെയ്യാൻ പറയാം. സോ printf enter the elements. യൂസർ നോർമലി എലമെൻറ്റ്സ് എൻ്റർ ചെയ്യണം. അപ്പോൾ നമുക്ക് n എലമെൻറ്റ്സ് ആണ് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊരു ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ i = 0
ഐ ലെസ് ദാൻ എൻ വരെ പോകണം. ഐ പ്ലസ് പ്ലസ് സ്കാൻഎഫ് പെർസെൻറ്റേജ് ഡി കോമ ആമ്പർസാൻഡ് അറേയിലോട്ടാണ് റീഡ് ചെയ്യേണ്ടത്. സോ അറേ ഓഫ് ഐ. ഇപ്പോൾ n എലമെൻസും അറേയിലോട്ട് റീഡായി. ഇനി നമുക്ക് നമ്മുടെ സോർട്ടിംഗ് ലോജിക്ക് യൂസ് ചെയ്യണം. ഇപ്പോൾ 2 ലൂപ്പാണ് യൂസ് ചെയ്യേണ്ടത്. ഔട്ടർ ലൂപ്പ് സ്റ്റെപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ടർ ലൂപ്പ് യൂസ് ചെയ്യും. ഫോർ ഐ ഈക്വൽ ടു 0 നമ്പർ ഓഫ് സ്റ്റെപ്സ് റിക്വയർഡ് n-1 സ്റ്റെപ്പാണ് നമുക്ക് വേണ്ടത്. ഐ പ്ലസ് പ്ലസ്. ഇനി ഓരോ സ്റ്റെപ്പിലും നമുക്ക് നമ്പർ ഓഫ് ഇറ്ററേഷൻസ് കൊടുക്കണം അല്ലേ. സോ ഫോർ ജെ ഈക്വൽ ടു 0 ജെ ലെസ് ദാൻ n-1 മൈനസ് ഐ. ഇത്രയും ഇറ്ററേഷൻസ് ആണ് ഓരോ സ്റ്റെപ്പിലും യൂസ് ചെയ്യുന്നത്. അതായത് ഈ സ്റ്റെപ്പ് 1-നകത്ത് നമുക്ക് 4 ഇറ്ററേഷനാണ് ചെയ്തത്. 5 എലമെൻറ്റുകളിൽ 4 ഇറ്ററേഷനാണ് ചെയ്തത്. സ്റ്റെപ്പ് 2-നകത്ത് 3 ഇറ്ററേഷനാണ് ചെയ്തത്. സ്റ്റെപ്പ് 3-കകത്ത് 2 ഇറ്ററേഷനാണ് ചെയ്തത്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് പോകുമ്പോഴും ആ ഐൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക, നമ്പർ ഓഫ് ഇറ്ററേഷൻസ് റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇറ്ററേഷൻ്റെ ലോജിക്ക് കൊടുക്കാം. കമ്പാരിസൺ ലോജിക്ക്. ഇഫ് അറേക്കകത്തുള്ള ഫസ്റ്റ് എലമെൻറ്റ് ഇനീഷ്യലി ജെയുടെ വാല്യൂ 0 ആണ്. ഇവിടെ അഡ്ജസൻ്റ് എലമെൻറ്റുകൾ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. അറേ ഓഫ് ജെയും അറേ ഓഫ് ജെ പ്ലസ് 1 തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. നമുക്ക് അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യുന്നത്. സോ ഗ്രേറ്റർ ദാൻ സിമ്പിളാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സ്വാപ്പ് ചെയ്യണം. സോ ടെമ്പ് ഈക്വൽ ടു അറേ ഓഫ് ജെ. അറേ ഓഫ് ജെയുടെ സ്ഥാനത്തോട്ട് അറേ ഓഫ് ജെ പ്ലസ് 1 കയറി വരണം. അറേ ഓഫ് ജെ പ്ലസ് 1 ദെൻ അറേ ഓഫ് ജെ പ്ലസ് 1ൻ്റെ സ്ഥാനത്തോട്ട് ടെമ്പും കയറി വരണം. അറേ ഓഫ് ജെ പ്ലസ് 1 ഈക്വൽ ടു ടെമ്പ്. അപ്പോൾ ഇതാണ് സ്വാപ്പ് ചെയ്യാനുള്ള ലോജിക്ക്. അപ്പോൾ ഇതിങ്ങനെ ഈ ലൂപ്പ് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സോർട്ടഡ് അറേ കിട്ടിയിട്ടുണ്ടാവും. സോ പ്രിൻ്റ് ഓഫ് അത് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ഓഫ് ദി അറേ ആഫ്റ്റർ സോർട്ടിങ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അറേ പ്രിൻ്റ് ചെയ്യാം. അറേ പ്രിൻ്റ് ചെയ്യാൻ തൽക്കാലം ഞാനിവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഇവിടെ സ്കാൻഎഫിന് പകരം പ്രിൻ്റ് എഫ് കൊടുക്കാം. പ്രിൻ്റ് എഫ് നമുക്കൊരു ഓരോ എലമെൻറ്റ് പ്രിൻ്റ് ചെയ്യാൻ ഒരു /t കൊടുക്കാം, ഒരു സ്പേസ് പ്രിൻ്റ് ചെയ്യാൻ, ഓരോ എലമെൻറ്റുകളുടെ ഇടയിലും സ്പേസ് പ്രിൻ്റ് ചെയ്യാൻ. ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ ഈ ലൈനിൽ എറർ ഉണ്ട്. ജെ ലെസ് ദാൻ എൻ, ജെ പ്ലസ് പ്ലസ് കൊടുത്തിട്ടില്ല, നമ്മൾ ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ കൊടുത്തിട്ടില്ല. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഹൗ മെനി എലമെൻറ്റ്സ്, നമുക്ക് 5 കൊടുത്ത് നോക്കാം. നമ്മൾ എക്സാമ്പിളിനകത്ത് യൂസ് ചെയ്ത നമ്പേഴ്സ് തന്നെ കൊടുത്ത് നോക്കാം. 8, 3, 5, 2, 1. So the array after sorting is 1, 2, 3, 5, 8. നമുക്ക് വേറെ കുറച്ച് നമ്പേഴ്സായിട്ടൊന്ന് സോർട്ട് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 8 കൊടുത്ത് നോക്കാം. എലമെൻറ്റ്സ് 5, 3, 9, 12, 89, 6, 7, 34. സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3, 5, 6, 7, 9, 12, 34, 89. അപ്പോൾ ഇതാണ് പ്രോഗ്രാം. അപ്പോൾ ഇതിനകത്ത് ബബിൾ സോർട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഇത് കൂടാണ്ട് വേറെയും കുറച്ച് സോർട്ടിങ് മെത്തേഡ്സ് ഉണ്ട്. സെലക്ഷൻ സോർട്ട് ഉണ്ട്, ഇൻസേർഷൻ സോർട്ട് ഉണ്ട്, മെർജ് സോർട്ട് ഉണ്ട്, ഹീപ്പ് സോർട്ട് ഉണ്ട്, ക്വിക്ക് സോർട്ട് ഉണ്ട്. പല സോർട്ടിങ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ബബിൾ സോർട്ട്. അഡ്ജസൻ്റ് എലമെൻറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സോർട്ട് ചെയ്യാം. തൽക്കാലം ഈ പ്രോഗ്രാം കൂടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.